നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, പക്ഷെ അത് കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ചുറ്റും ഇങ്ങനെ അദൃശ്യമായിട്ടുള്ളൊരു ലോകം തന്നെയുണ്ട്. ആ ലോകത്തേക്ക് തുറക്കുന്ന ഒരു ജനലാണ്, അല്ലെങ്കിൽ ഒരു സൂത്രവിദ്യയാണ് ഈ അയോണൈസേഷൻ ചേംബർ. അപ്പോ ഇന്ന് നമ്മളിതിന്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത്. അതെ, ഇതാണ് ചോദ്യം. നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒന്നിനെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് അളക്കുന്നത്? ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിലൊന്നാണ് അയോണൈസേഷൻ ചേംബർ പോലുള്ള ഉപകരണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത് അദൃശ്യമായതിന് ഒരു ശബ്ദം നൽകുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുന്നു. അപ്പോ ഈ വിഷയത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ എന്താണീ വെല്ലുവിളി എന്ന് നോക്കാം. പിന്നെ പലതരം ഡിറ്റക്ടറുകളെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമ്മൾ അയോണൈസേഷൻ ചേംബറിന്റെ പ്രവർത്തനത്തിലേക്ക് വരും. അത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി സ്പോഞ്ച് ഉപമയുണ്ട്. അവസാനം അതെങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിക്കുന്നതെന്നും കാണാം. നമ്മുടെ പ്രപഞ്ചം, അത് നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിലും എത്രയോ വലുതാണ്. റേഡിയോ ആക്റ്റീവ് കണികകൾ മുതൽ കോസ്മിക് കിരണങ്ങൾ വരെ കോടിക്കണക്കിനു പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയൊക്കെ അളക്കാനും പഠിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ശാസ്ത്രത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ. അപ്പോ ഈ കാണാൻ പറ്റാത്ത ശക്തികളെ പിടികൂടാൻ ശാസ്ത്രജ്ഞരുടെ കയ്യിൽ ഒരൊറ്റ ഉപകരണം മാത്രമല്ല ഉള്ളത്. അതൊരു വലിയ ടൂൾ ബോക്സ് പോലെയാണ്. ഓരോ തരം കണികയ്ക്കും ഓരോ തരം ഊർജത്തിനും ചേർന്ന പ്രത്യേകതരം ഉപകരണങ്ങൾ. അങ്ങനെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. കണ്ടില്ലേ ഈ ടൂൾ ബോക്സിൽ എത്ര എണ്ണമുണ്ടെന്ന്? വിൽസൺ ക്ലൗഡ് ചേംബർ, ബബിൾ ചേംബർ, ഗീഗർ കൗണ്ടർ, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാനല്ലേ? ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും ഉപയോഗങ്ങളുമുണ്ട്. നമ്മുടെ ഇന്നത്തെ താരം ഈ അയോണൈസേഷൻ ചേംബർ ഈ വലിയ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ശരി, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക്, അതായത് അയോണൈസേഷൻ ചേംബറിലേക്ക് വരാം. ഇത് ഗ്യാസ് നിറച്ച കൗണ്ടറുകൾ എന്നൊരു വിഭാഗത്തിലാണ് പെടുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്തായിരിക്കുമെന്ന്. അതെ, ഒരു വാതകമാണ്. സിമ്പിളായിട്ട് പറഞ്ഞ സംഭവം ഇത്രയുള്ളൂ. റേഡിയേഷൻ ഒരു ഗ്യാസിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുമ്പം അവിടെ കുറച്ച് ഇലക്ട്രിക്കൽ ചാർജുകൾ അല്ലെങ്കിൽ അയോണുകൾ ഉണ്ടാക്കിയിടും. അപ്പൊ ഈ ഉപകരണം എന്താ ചെയ്യണേന്നറിയോ? ഈ അയോണുകളെ എല്ലാം കൂടി കൂട്ടിവെച്ച് എണ്ണും. ആ എണ്ണം കിട്ടിയാൽ റേഡിയേഷന്റെ അളവ് കിട്ടി. അത്രയുള്ളൂ. അപ്പോ ഇതെങ്ങനെയാണ് കൃത്യമായി വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഒരു സിമ്പിൾ ഉപമ. ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതി, ഇതിന് പിന്നിലെ ശാസ്ത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് പിടികിട്ടും. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു തരം അദൃശ്യമായ ചൂടാണ്. ചേംബറിനുള്ളിലെ ഗ്യാസ് ഒരു സ്പോഞ്ചും. ഈ ചൂട് സ്പോഞ്ചിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നനഞ്ഞ പാടുകളുണ്ടാവും. ഈ നനഞ്ഞ പാടുകളാണ് അയോണുകൾ. ഇനി നമ്മൾ ഈ സ്പോഞ്ച് പിഴിഞ്ഞ് വെള്ളമെടുക്കുകയല്ല ചെയ്യുന്നത്. പകരം ഒരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് ഈ വെള്ളത്തുള്ളികളെ പതിയെ ആകർഷിച്ച് ശേഖരിക്കുന്നു. അപ്പോ എത്ര തുള്ളി വെള്ളം കിട്ടിയെന്നെണ്ണിയാല് തുടക്കത്തിൽ എത്ര ചൂടുണ്ടായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അപ്പോ ആ സ്പോഞ്ചിന്റെ ഉപമ മനസ്സിൽ വെച്ചോണ്ട് നമുക്കിതിന്റെ ഓരോ ഘട്ടവും എങ്ങനെയെന്ന് നോക്കാം. അദൃശ്യമായ ഒരു റേഡിയേഷൻ എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്ന കൃത്യമായൊരു സിഗ്നലായി മാറുന്നത്? ഇതാണ് 4 സ്റ്റെപ്പുകൾ. ഒന്നാമത്, റേഡിയേഷൻ വരുന്നു. രണ്ടാമത്, അത് ഗ്യാസിൽ അയോണുകളെ ഉണ്ടാക്കുന്നു. മൂന്നാമത്, ചേംബറിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ അയോണുകളെ 2 ഇലക്ട്രോഡുകളിലേക്ക് ആകർഷിക്കുന്നു. നാലാമതായി, അങ്ങനെ ശേഖരിക്കുന്ന ചാർജിന്റെ അളവ് നമ്മൾ അളക്കുന്നു. ആ അളവാണ് റേഡിയേഷന്റെ തോത്. വളരെ ലളിതമാണല്ലേ ഇതിന്റെ പ്രവർത്തനം? ഇവിടെയാണ് കേട്ടോ അയോണൈസേഷൻ ചേംബറിന്റെ ഒരു മാജിക്. വേറെ പല ഡിറ്റക്ടറുകളും എന്തു ചെയ്യും? കിട്ടുന്ന ചെറിയ സിഗ്നലിനെ ഒരു ആംപ്ലിഫയർ വെച്ച് വലുതാക്കും. ഒരു ചെറിയ മഞ്ഞുകട്ട ഉരുണ്ടുവന്ന് ഒരു വലിയ ഹിമപാതമാകുന്ന പോലെ, ഒരു അവലാഞ്ച് ഇഫക്റ്റ് എന്നൊക്കെ പറയും. പക്ഷേ അയോണൈസേഷൻ ചേംബർ അങ്ങനെയല്ല. അത് ഭയങ്കര ശാന്തനാണ്. ആംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. റേഡിയേഷൻ എത്ര അയോണുകളെ ഉണ്ടാക്കിയോ അതിനെ മാത്രം ഒരെണ്ണം പോലും കൂട്ടാതെ കുറയ്ക്കാതെ പതിയെ ശേഖരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന റിസൾട്ട് അത് ഭയങ്കര കൃത്യമായിരിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ശരി, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രോണുകളെ കണ്ടുപിടിക്കുക എന്നതാണ്. ന്യൂട്രോണുകൾക്ക് ഇലക്ട്രിക് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ അവയെ നേരിട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവയെ പിടികൂടുന്നത്? ഇവിടെയാണ് കൗതുകം. ന്യൂട്രോൺ നേരിട്ടല്ല സിഗ്നൽ ഉണ്ടാക്കുന്നത്.
പകരം ചേംബറിനുള്ളിൽ ബോറോൺ ട്രൈഫ്ലൂറൈഡ് എന്നൊരു പ്രത്യേക ഗ്യാസ് നിറയ്ക്കും. ഒരു ന്യൂട്രോൺ വന്ന് ഈ ഗ്യാസിലെ ബോറോൺ ആറ്റത്തിലിടിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ റിയാക്ഷൻ നടക്കും. അതിന്റെ ഫലമായി ചാർജുള്ള പുതിയ കണികകളുണ്ടാവും. ഒരു ആൽഫ പാർട്ടിക്കിളും ലിഥിയം 7 ആറ്റവും. ഈ പുതിയ കണികകളാണ് ഗ്യാസിനെ അയോണീകരിക്കുന്നത്. ആ അയോണുകളെയാണ് ചേംബർ അളക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രോൺ അവിടെ അവശേഷിപ്പിച്ചുപോയ തെളിവുകൾ വെച്ചാണ് നമ്മളതിനെ പിടികൂടുന്നത്. തീർച്ചയായും എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ടാവുമല്ലോ. അയോണൈസേഷൻ ചാമ്പറിലുമുണ്ട്. ഇത് സാധാരണയായി അളക്കുന്ന ഊർജം MeV, അതായത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന വലിയ യൂണിറ്റിലാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഊർജത്തിലുള്ള, അതായത് EV അല്ലെങ്കിൽ KeV റേഞ്ചിലുള്ള ന്യൂട്രോണുകളെ അതിസൂക്ഷ്മമായി അളക്കാൻ ഇതിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ്. അയോണൈസേഷൻ ചേംബറിന്റെ ഭംഗി അതിന്റെ ലാളിത്യത്തിലാണ്. അത് സിഗ്നലുകളെ കൃത്രിമമായി വലുതാക്കുന്നില്ല. പകരം റേഡിയേഷൻ ഉണ്ടാക്കുന്ന യഥാർത്ഥ മാറ്റത്തെ നേരിട്ട് അളക്കുന്നു. അതുകൊണ്ടുതന്നെ അത് വളരെ ഉയർന്ന കൃത്യത നമുക്ക് നൽകുന്നു. നോക്കൂ, ഒരു സാധാരണ സ്പോഞ്ചിന്റെ ആശയം ഉപയോഗിച്ച് എത്ര സങ്കീർണമായൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതുപോലെ ശാസ്ത്രത്തിന്റെ വലിയ ലോകത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ലളിതമായ ആശയങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.